നിങ്ങളെ രണ്ടുപേരെയും മമ്മി വിളിക്കുന്നു. വാ. ശരി മാഡം. എന്തിന്? വാ. മമ്മി, കാര്യമായിട്ട് എന്തെങ്കിലും കഴിക്കാൻ വേണം. എന്താ വേണ്ടെന്ന് പറഞ്ഞാൽ മതി മാഡം, അതുണ്ടാക്കാം. നിനക്ക് എന്താ വേണ്ടേ? എനിക്ക് ചിക്കൻ ഫ്രൈ വേണം, പിന്നെ കോളിഫ്ലവർ കറി. നീ ഉണ്ടാക്കുന്ന സ്പെഷ്യല്. എനിക്ക് ചിക്കൻ വേണ്ട, മട്ടൻ. മട്ടൻ നല്ല കുരുമുളകിട്ട് പൊരിച്ചത്. എനിക്ക് വെജ് എന്തെങ്കിലും മതി, പാലക് ചീര പ്രത്യേകിച്ച്. ചിക്കൻ ഫ്രിഡ്ജിലിരിക്കുന്നുണ്ട്. മട്ടനും പാലക് ചീരയും ഉണ്ടാവില്ല. ഇല്ലെങ്കിൽ വാങ്ങിക്കണം. അയ്യോ മാഡം, ഇപ്പം മേടിക്കാൻ പോയാലും കടയൊക്കെ അടച്ചിട്ടുണ്ടാവും. 24 hours പ്രവർത്തിക്കുന്ന കടകളില്ലേ? അത് നമ്മുടെ ജംഗ്ഷനിൽ ഇല്ലല്ലോ സാറേ. നമ്മുടെ ജംഗ്ഷനിൽ ഇല്ലെങ്കിൽ അടുത്ത സ്ഥലത്ത് പോയി വാങ്ങണം. സിറ്റിയിൽ ഇഷ്ടംപോലെ കോൾഡ് സ്റ്റോറേജ് ഉണ്ട്, അവിടുന്ന് കിട്ടും. താൻ പോയി പെട്ടെന്ന് വാങ്ങിട്ടോ. ഞാൻ പോയി നോക്കണമെങ്കിൽ നോക്കാം, പക്ഷേ 2-3 സ്ഥലത്ത് പോയിട്ട് കിട്ടിയില്ലെങ്കിൽ ഇങ്ങോട്ട് വിളിച്ചാൽ മതി. ഓ, പകരം വേണ്ടതെന്താന്ന് അപ്പോ പറയാം. ഇപ്പൊ നീ പോവാൻ നോക്കിയേ. എന്നാ ഞാൻ പോയി സഞ്ചി എടുത്തോണ്ട് വരാം. ശരി മാഡം. നീ എന്താടി നോക്കി നിൽക്കുന്നേ? സാധനങ്ങൾ രാജു എവിടുന്നായാലും കൊണ്ടുവരും. അതിനുള്ള കാര്യങ്ങൾ ചെയ്തു വെച്ചോ. ശരി മാഡം. എവിടെ വെച്ചോ? ഇതെന്താ മോളെ ഇത്? ഈ നേരത്ത് ഇങ്ങനെ കുറെ വിഭവങ്ങളും ചോദിച്ചോണ്ട്. എനിക്കറിയില്ല, അതൊക്കെ അവരുടെ ഇഷ്ടല്ലേ. രാജുവേട്ടൻ വേണ്ടെന്ന് പോയിട്ടാ. അല്ല മോളെ, ഇനിയിപ്പൊ കിട്ടിയില്ലെന്ന് പറഞ്ഞാലേ അതും പറഞ്ഞ അവരെല്ലാം കൂടെ എന്നെ കൊല്ലാൻ വരുമോ? കിട്ടിയില്ലെങ്കിൽ അത് പറഞ്ഞ് വിളിച്ചാ മതി. പകരം വേണ്ടത് പറയാന്ന് പറഞ്ഞില്ലേ? എന്നാലും എനിക്കെന്തോ മനസ്സിനൊരു വല്ലായ്മ പോലെ. രാജേട്ടൻ പോയിട്ടോ? ശരി മോളെ, മോള് സൂക്ഷിക്കണം. ഒന്ന് വന്നേ. തൊട്ടടുത്ത ജംഗ്ഷനിൽ ചോദിച്ചു കഴിഞ്ഞിട്ട് ഒന്നും ഇല്ലാന്ന് പറഞ്ഞ് ഇങ്ങ് വരരുത്. ഇല്ല മേഡം, എവിടെന്നെങ്കിലും വാങ്ങിച്ചോളാം. ചെല്ല്. അരമണിക്കൂറിനുള്ളിൽ എത്തുമെന്ന് അവർ പറഞ്ഞിരിക്കുന്നത്. അരമണിക്കൂറിനുള്ളിൽ രാജു യാതൊരു കാരണവശാലും തിരിച്ചെത്താൻ പോകുന്നില്ല. അതെ മമ്മി. താഴെ നിന്ന് എത്ര ബഹളം ഉണ്ടായാലും അവൻ ഇങ്ങോട്ട് ഇറങ്ങി വരാൻ പാടില്ല. എഴഞ്ഞോ നീന്തിയോ പോലും അത് നിങ്ങളുടെ ഡ്യൂട്ടിയാണ്. ഇത്രയൊക്കെ ആന്റി ചെയ്തു വെച്ചിട്ട് ഞങ്ങൾ ചെയ്യേണ്ട ജോലി ഞങ്ങൾ ചെയ്യില്ലേ? അല്ലേ ഇന്ദ്രജെ? നാളെ നേരം വെളുക്കുമ്പോൾ ഈ വീട് ഞാൻ ഇഷ്ടപ്പെടുന്ന രീതിയിലായിരിക്കും.
ഇവിടെ ഞാൻ ഇഷ്ടപ്പെടുന്നവർ മാത്രമായിരിക്കും. ഈശ്വര. എന്താ രാജേട്ടാ, എന്തെങ്കിലും നോക്കുന്നു? ഒന്നുമില്ല മോളെ. സാധനങ്ങൾ വാങ്ങിയിട്ട് ഇങ്ങോട്ട് നടക്കുമ്പോൾ മനസ്സിനൊരു വല്ലാത്തൊരു ഭയം തോന്നി. ഇവിടെ വന്ന് മോളെ കണ്ടപ്പോഴാണ് മനസ്സിനൊരു സമാധാനം കിട്ടിയത്. അതിനെന്താ എത്ര പേടിക്കാൻ? പാതിരാക്കി പറഞ്ഞു വിട്ടതല്ലേ, അതും ചോദിച്ചാൽ കിട്ടാത്ത സാധനങ്ങൾ വാങ്ങാൻ. അപ്പോഴേ തുടങ്ങിയതാ മനസ്സിനൊരു സംശയം. അവരാരീ വഴിക്ക് വന്നിട്ടേ ഇല്ല രാജേട്ടാ. ആ പറഞ്ഞൊക്കെ കിട്ടിയോ? പറഞ്ഞ സാധനങ്ങളൊക്കെ കിട്ടി മോളെ. എന്നാ രാജേട്ടനെ പെട്ടെന്നെല്ലാം എടുത്തു വെക്കേ. തക്കാളി, സവാളയും പച്ചമുളകും ഒക്കെ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ബാക്കി പെട്ടെന്ന് ചെയ്യാം. എന്തൊരു ചൂട്. അല്ല മോളെ, നിനക്ക് എങ്ങനെയാ ഇതൊക്കെ പറ്റുന്നേ? എന്ത്? അല്ല, അവരൊക്കെ ഇത്രയും മോളെ ദ്രോഹിക്കുന്നില്ലേ? സാറിന്റെ മുറിയില് മോള് ഒരു കാരണവശാലും കയറാതിരിക്കാൻ വേണ്ടി മോളുടെ സാധനങ്ങൾ ദാണ്ട ആ മൂലയ്ക്ക് വലിച്ചെറിഞ്ഞിട്ടുണ്ട്. ഇത്രയും ദ്രോഹിക്കുന്നവർക്ക് വച്ച് വിളമ്പി കൊടുക്കാൻ ആർക്കെങ്കിലും തോന്നുമോ? അവർക്ക് അവരുടെ ശീലങ്ങൾ, നമുക്ക് നമ്മുടെ ശീലം. അങ്ങനെ കരുതിയ പോലെ രാജേട്ടാ. എനിക്കറിയാവുന്ന ജോലി ഏത് നേരത്തെ എന്നോട് ചെയ്യാൻ പറഞ്ഞാലും എനിക്ക് ഒരു വിരോധവും ഇല്ല. അവർക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയല്ലേ. മോളെ, കഴിഞ്ഞ ആഴ്ച വാങ്ങിച്ച കുറച്ച് എലി വിഷം ബാക്കി ഇരിപ്പുണ്ട്. എല്ലാവരും കൂടെ കഴിക്കുന്ന ഏതെങ്കിലും ഒരു സാധനത്തിൽ കുറച്ച് കലക്കിയാലോ? രാജേട്ടാ, എന്തിനാ അതിന് മടിക്കുന്ന മോളെ?